ഹായ്, നമ്മളൊരു ഡിജിറ്റൽ യുഗത്തിൽ ജീവിക്കുന്നതുകൊണ്ട് തന്നെ പലപ്പോഴും നമുക്ക് വെർച്വലായിട്ട് മീറ്റിങ്ങുകൾ കണ്ടക്ട് ചെയ്യേണ്ടി വരും. കൂട്ടുകാർ തമ്മിലാവാം, വീട്ടുകാർ തമ്മിലാവാം, അതല്ലെങ്കിൽ നമ്മുടെ ഓഫീസിലെ സ്റ്റാഫുകൾ തമ്മിലാകാം. പലപ്പോഴും മീറ്റിങ്ങുകൾ ഓൺലൈനായി വെക്കേണ്ടി വരും. അപ്പോൾ ഇതിനെല്ലാം സഹായിക്കാൻ വേണ്ടി നമുക്ക് ഗൂഗിൾ മീറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഗൂഗിൾ മീറ്റ് ഉപയോഗിച്ച് എങ്ങനെ ഒരു മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാമെന്നും അതെങ്ങനെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാമെന്നും നമുക്ക് നോക്കാം. അത് നമുക്ക് രണ്ട് ആപ്ലിക്കേഷൻ സഹായിക്കുന്നതാണ്. ഒന്ന് ഗൂഗിളിൻ്റെ തന്നെ ഗൂഗിൾ മീറ്റ് എന്ന ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ഗൂഗിളിൻ്റെ തന്നെ ജിമെയിൽ എന്ന ആപ്ലിക്കേഷനും. നമ്മളൊരു ആൻഡ്രോയിഡ് മൊബൈലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ രണ്ട് ആപ്ലിക്കേഷനും നമ്മുടെ മൊബൈൽ ഇൻബിൽറ്റായിട്ട് ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതിനായി നമ്മുടെ ആപ്ലിക്കേഷൻസിൽ ഗൂഗിൾ എന്നൊരു ഫോൾഡർ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ജിമെയിൽ എന്ന ആപ്ലിക്കേഷനും അതേപോലെ തന്നെ മീറ്റ് എന്ന ആപ്ലിക്കേഷനും കാണാം. ഇനി ഇത് രണ്ടും നമ്മുടെ ആപ്പിൽ ഇല്ലെങ്കിൽ പ്ലേ സ്റ്റോറിൽ കയറിയ ശേഷം സെർച്ചിൽ ഗൂഗിൾ മീറ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ വരുന്ന ഈ ഒരു ഗൂഗിൾ മീറ്റിൻ്റെ ആപ്ലിക്കേഷൻ അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക. ഇതാണ് ജിമെയിൽ. ഇത് രണ്ടും നമ്മുടെ മൊബൈൽ ഉണ്ടാകുന്നതായിരിക്കും. ഇല്ലെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അതിനുശേഷം നമുക്ക് ആദ്യമായി ജിമെയിൽ ഉപയോഗിച്ച് എങ്ങനെ മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം. അങ്ങനെ ജിമെയിൽ എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഇത് സാധാരണ നമ്മൾ മെയിൽ അയക്കാനാണ് ഉപയോഗിക്കുക. അപ്പോൾ ഏറ്റവും താഴെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കത്തിൻ്റെ ചിഹ്നം, തൊട്ടുപുറത്ത് ഒരു ക്യാമറയുടെ ചിഹ്നവും കാണാം. ഈ ക്യാമറയുടെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്താൽ അതാണ് ഗൂഗിൾ മീറ്റ്. ഇവിടെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് കാണാം. ന്യൂ മീറ്റിംഗ്, ജോയിൻ വിത്ത് എ കോഡ്. അപ്പോൾ ആണെങ്കിൽ നമുക്കൊരു കോഡ് അയച്ചു തന്നാൽ ആ കോഡ് ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാനാണ് ജോയിൻ വിത്ത് എ കോഡ് ഉപയോഗിക്കുന്നത്. നമുക്ക് പുതുതായിട്ടൊരു മീറ്റിംഗ് ക്രിയേറ്റ് ചെയ്യണം. അതെങ്ങനെ ചെയ്യാൻ നോക്കാം. അതിനായി ഏറ്റവും മുകളിൽ കാണുന്ന ന്യൂ മീറ്റിംഗ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ 3 ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ, സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്, ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ. ഈ താഴെ തന്നിരിക്കുന്ന രണ്ടെണ്ണം. ആദ്യത്തേത് സ്റ്റാർട്ട് ആൻ ഇൻസ്റ്റൻറ്റ് മീറ്റിംഗ്. നമുക്ക് ഇപ്പോൾ തന്നെ ഒരു മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാനും അതിലേക്ക് ആളുകളെ ഇൻവൈറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ മൂന്നാമത്തെ ഓപ്ഷൻ ഷെഡ്യൂൾ ഇൻ ഗൂഗിൾ കലണ്ടർ. നമുക്ക് ഗൂഗിൾ കലണ്ടറിൽ നമുക്ക് മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ്യാനും അതനുസരിച്ച് മീറ്റിംഗ് കണ്ടക്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ആവശ്യമുള്ളൊരു ഗൂഗിൾ മീറ്റിൻ്റെ ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുക എന്നാണ്. അതിന് ഏറ്റവും മുകളിൽ കാണുന്ന ഗെറ്റ് എ മീറ്റിംഗ് ലിങ്ക് ടു ഷെയർ, ഫസ്റ്റത്തെ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് മീറ്റിംഗ് ലിങ്ക് ക്രിയേറ്റ് ആയി കഴിഞ്ഞു. അതിന് ഏറ്റവും മുകളിലായിട്ട് ലിങ്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനും ഷെയർ ഇൻവിറ്റേഷൻ എന്നൊരു ലിങ്ക് കാണാം. നമുക്ക് കോപ്പി ചെയ്തിട്ട് എവിടെ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം. അതല്ല നമുക്ക് ഷെയർ ചെയ്യാണ് വേണ്ടത്, വാട്സപ്പ് വഴി ഷെയർ ചെയ്യാണ് വേണ്ടതെങ്കിൽ ഷെയർ ഇൻവിറ്റേഷൻ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ഏത് ഗ്രൂപ്പിലേക്കാണോ ഷെയർ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഏതൊരു ആൾക്കാണോ ഷെയർ ചെയ്യേണ്ടത് ആ ആളുടെ പേര് അല്ലെങ്കിൽ ഗ്രൂപ്പ് ലിങ്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം സെൻഡ് ഓപ്ഷൻ കാണാം, അത് സെൻഡ് കൊടുക്കുക. അതിനുശേഷം സെൻഡ് ബട്ടൺ അമർത്തുക. ഇപ്പോൾ നമുക്ക് ഗൂഗിൾ മീറ്റിൻ്റെ ലിങ്ക് ഷെയർ ആയി കഴിഞ്ഞു. ഇനി ആരൊരാൾ ഈ ഒരു മീറ്റിങ്ങിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്നു അവർക്ക് ഈ ഒരു മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാനും ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും സാധിക്കും. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഇമെയിലിലേക്ക് കയറി അവിടെ ഇനി നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിങ്ക് വഴി ആരെങ്കിലും ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്ഷൻസ് കാണിക്കും. ഡിനൈ എൻട്രി, അഡ്മിറ്റ്. ഡിനൈ എൻട്രി ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ആൾക്ക് നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ അഡ്മിറ്റ് എന്ന ഓപ്ഷൻ ഓൺ ആക്കുക. അപ്പോൾ മറ്റേ ആൾക്ക് നമ്മുടെ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ സാധിച്ചു. ഇനി ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ താഴെ കുറച്ച് ഓപ്ഷൻസ് കാണാം. ഒന്ന് ക്യാമറയുടെ ചിഹ്നം ഒരു വെട്ടിട്ടത്. ക്യാമറ ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നാണ് ചോദിക്കുന്നത്. ക്യാമറ ഓൺ ആക്കണമെങ്കിൽ ക്യാമറ ഓൺ ആക്കാം, ഓഫ് ആക്കണമെങ്കിൽ ഓഫ് ആക്കാം. പിന്നെ അടുത്തൊരു മൈക്കിൻ്റെ ചിഹ്നമാണ്. അത് മൈക്ക് ഓൺ ആക്കണോ ഓഫ് ആക്കണോ എന്നാണ് തീരുമാനിക്കുന്നത്. വെട്ടിട്ട് കഴിഞ്ഞാൽ ക്യാമറ ഓഫ് ആണെന്ന് അർത്ഥം. പിന്നെ ഒരു വലിയ മീറ്റിംഗ് നടക്കുകയാണ്. ആ മീറ്റിങ്ങിൽ നമുക്ക് എന്തെങ്കിലും സംസാരിക്കണം. അതിനുവേണ്ടിയാണ് ഒരു കൈയുടെ ചിഹ്നം കാണാം. അത് ഞെക്കി കഴിഞ്ഞാൽ നമ്മൾ കൈ ഉയർത്തി, അതായത് നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ട്, അത് സൂചിപ്പിക്കുന്നു. പിന്നെ ഒരു 3 കുത്ത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ചാനൽ ലൈക്ക് കൊടുക്കാനും
ഈ റിയാക്ഷൻസ് ആഡ് ചെയ്യാൻ അങ്ങനെ സാധിക്കും. പിന്നെ കാളിൽ എന്തെങ്കിലും മെസ്സേജ് അയക്കണമെങ്കിൽ ഇൻ കാൾ മെസ്സേജ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് മെസ്സേജുകൾ അയക്കാവുന്നതാണ്. പിന്നെ ഈ ഒരു മീറ്റിംഗ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ഈ ചുവപ്പ് ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ സംഭവം. ഇനി നമ്മൾ ഗൂഗിൾ മീറ്റ് വഴി എങ്ങനെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. അതിനായി ഗൂഗിൾ മീറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ കാണാം. അവിടെ ഏറ്റവും താഴെയായിട്ട് ന്യൂ എന്നൊരു ഓപ്ഷൻ കാണാം. ഒരു ക്യാമറയുടെ ചിഹ്നം ന്യൂ, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ക്രിയേറ്റ് ലിങ്കും ഷെഡ്യൂളും ഗ്രൂപ്പ് കാളും വന്നു. അത് നമുക്ക് ക്രിയേറ്റ് ലിങ്കാണ് ചെയ്യേണ്ടത്. ഫസ്റ്റത്തെ ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ ലിങ്ക് കോപ്പി ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനുള്ള ഓപ്ഷൻ വന്നു. നമുക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ഷെയർ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. വാട്സപ്പ് സെലക്ട് ചെയ്യുക. ആർക്കാണോ ഷെയർ ചെയ്യേണ്ടത് അവരുടേതിൽ ക്ലിക്ക് ചെയ്യുക. സെൻഡ് കൊടുക്കുക. ഒരിക്കൽ കൂടി സെൻഡ് കൊടുക്കുക. ആ ലിങ്ക് ഷെയർ ആയി കഴിഞ്ഞു. ഇനി നമ്മൾ ആർക്കാണോ ഇതയക്കുന്നത് അയാൾക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മീറ്റിങ്ങിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും.